ദിനോസറുകളെ വരെ വിറപ്പിച്ച രണ്ട് ഭീകരന്മാർ. ഒന്ന് കാട്ടിലെ രാജാവ് ടൈറ്റനോവ, മറ്റേത് കടലിലെ ചക്രവർത്തി മെഗലഡോൺ. ചരിത്രത്തിലെ ഏറ്റവും വലിയ പാമ്പും ഏറ്റവും വലിയ സ്രാവും തമ്മിൽ ഒരു യുദ്ധം നടന്നാൽ ആര് ജയിക്കും? ഇതൊരു വെറും ചോദ്യമല്ല, ശാസ്ത്രലോകം ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു പോരാട്ടമാണ്. വണ്ടർ വേൾഡ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഇവരുടെ വലിപ്പം ഒന്ന് താരതമ്യം ചെയ്യാം. ടൈറ്റനോവയുടെ നീളം ഏകദേശം 42 മുതൽ 50 അടി വരെയാണ്. അതായത് ഇന്നത്തെ 3 വലിയ പാമ്പുകളെ ഒന്നിച്ചു വെച്ചാലുള്ള നീളം. എന്നാൽ മെഗലഡോണിലേക്ക് വരുമ്പോൾ സംഗതി മാറും. 50 മുതൽ 60 അടി വരെ നീളമുള്ള മെഗലഡോൺ ഒരു ടാങ്കർ ലോറിയോളം വലുതാണ്. നീളത്തിൽ ഇവർ ഏകദേശം ഒപ്പത്തിനൊപ്പമാണെങ്കിലും ഭാരത്തിന്റെ കാര്യത്തിൽ മെഗലഡോൺ ഒരു ഭീമൻ തന്നെയാണ്. ടൈറ്റനോവയ്ക്ക് 1 ടൺ ഭാരമുള്ളപ്പോൾ മെഗലഡോണിന് 50 ടണ്ണിലധികം ഭാരമുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ആയുധങ്ങൾ പരിശോധിക്കാം. ആദ്യം ടൈറ്റനോവ. ഇതൊരു വിഷപ്പാമ്പല്ല, പകരം ഇരയെ വരിഞ്ഞുമുറുക്കി കൊല്ലുന്ന കൺസ്ട്രക്ടർ ഇനത്തിൽപ്പെട്ട പാമ്പാണ്. ടൈറ്റനോവയുടെ ഒരു വരിഞ്ഞുമുറുക്കൽ ഏകദേശം 400 PSI സമ്മർദ്ദമുണ്ടാക്കും. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിനു മുകളിൽ 1.5 ടൺ ഭാരമുള്ള 3 പാലങ്ങൾ വെച്ചാലുള്ള അത്രയും ശക്തി. ഒരു നിമിഷം കൊണ്ട് ഇരയുടെ എല്ലുകൾ പൊടിയും. എന്നാൽ മെഗലഡോണിലേക്ക് വരുമ്പോൾ സംഗതി ഇതിലും ഭീകരമാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ കടിയാണ് മെഗലഡോണിൻ്റേത്. ഏകദേശം 40,000 PSI ശക്തിയിലാണ് ഇവൻ കടിക്കുന്നത്. സമുദ്രത്തിലെ ഏറ്റവും വലിയ തിമിംഗലങ്ങളുടെ തലയോട്ടി പോലും ഒറ്റ കടിക്ക് തകർക്കാൻ മെഗലഡോണിന് സാധിക്കും. 270ലധികം മൂർച്ചയുള്ള പല്ലുകൾ ഇവനെ ഒരു കില്ലിംഗ് മെഷീനാക്കുന്നു. ഇനി ആ നിർണായക നിമിഷം, ഇവർ തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ എന്ത് സംഭവിക്കും? ആഴക്കടലിലാണ് യുദ്ധമെങ്കിൽ മെഗലഡോണിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ കടലും പുഴയും ചേരുന്ന ആഴം കുറഞ്ഞ ഭാഗത്താണ് ഇവർ ഏറ്റുമുട്ടുന്നതെന്ന് കരുതുക. ടൈറ്റനോവ തന്റെ വമ്പൻ ശരീരം ഉപയോഗിച്ച് മെഗലഡോണിനെ വരിഞ്ഞുമുറുക്കാൻ ശ്രമിക്കും. പക്ഷേ മെഗലഡോണിന്റെ ഭാരവും ആ കട്ടിയുള്ള തൊലിയും ടൈറ്റനോവയ്ക്ക് വെല്ലുവിളിയാകും. മെഗലഡോൺ തന്റെ ഭീമൻ വായ തുറന്ന് ടൈറ്റനോവയുടെ തലക്ക് കടിച്ചാൽ അതോടെ ആ പോരാട്ടം അവസാനിക്കും. എന്നാലും മെഗലഡോണിന് കടിക്കാൻ കൊടുക്കാതെ വരിഞ്ഞു മുറുക്കിയാൽ കളി മാറും. അപ്പോൾ ഒരു പക്ഷേ ടൈറ്റനോവയ്ക്കായിരിക്കും വിജയം. ചരിത്രാതീത കാലത്തെ ഈ മഹായുദ്ധത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? മെഗലഡോൺ ജയിക്കുമെന്നാണോ അതോ ടൈറ്റനോവയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വണ്ടർ വേൾഡ് മലയാളത്തിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.